ഭൂട്ടാനിലെ രാജകുടുംബത്തിന്റെ ഭൂസ്വത്തുക്കൾ വരെ കയ്യേറി അനധികൃത നിർമ്മാണവുമായി ചൈന മുന്നോട്ടു പോവുകയാണ്. പുതുതായി ലഭിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ചൈനയുടെ ഭൂമി കയ്യേറ്റം വ്യക്തമാക്കുന്നത്. ഒരു മാസത്തിൽ താഴെ മാത്രം പഴക്കമുള്ളതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. ഭൂട്ടാനിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ബേയൂൽ ഗെൻപജോയിങ്ങിലെ നദീതീരത്താണ് ചൈനയുടെ അതിവേഗ ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുന്നത്. വടക്ക് കിഴക്കൻ ഭൂട്ടാനിലേക്ക് ചൈന അനധികൃതമായി കടന്നുകയറുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നത്. 100-ലേറെ കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് NDTV വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അന്തിമമായി ഇതിൻ്റെ കണക്കുകൾ പറയാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. നേരത്തെ തന്നെ ഭൂട്ടാൻ അതിർത്തിയിൽ ചൈനയുടെ അനധികൃത നിർമ്മാണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജക്കാർത്ത വാലിയിൽ അടക്കം അനധികൃത നിർമ്മാണങ്ങൾ ചൈന നടത്തുന്നുണ്ട് എന്ന വിവരം ഉപഗ്രഹ ചിത്രങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഭൂട്ടാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൈനയുമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പുതുതായി പുറത്തുവന്ന ചിത്രങ്ങളിൽ ഭൂട്ടാനിലെ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കളടങ്ങിയ പർവ്വത പ്രദേശങ്ങൾ കൂടി കയ്യേറി ചൈന അനധികൃത നിർമ്മാണം ദ്രുതഗതിയിൽ തുടരുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത്. വെറും 8 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യമായ ചൈനയുടെ കയ്യേറ്റം തടയുന്നതിന് ഭൂട്ടാന് പരിമിതികളുണ്ട്. ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ചൈനയുടെ ഭൂട്ടാനിലെ കയ്യേറ്റം എന്നതും ശ്രദ്ധേയമാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ. 2017 സിക്കിമിനോട് ചേർന്ന ദോക്ലാം പീഠഭൂമിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയിരുന്നു. അതിനുശേഷം ചൈനീസ് തൊഴിലാളികൾ ഭൂട്ടാൻ പ്രദേശത്തിനു കിഴക്കും ദോക്ലാമിനോട് ചേർന്നും കിടക്കുന്ന അമൂച്ചു നദീതടത്തിൽ ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായ സിലിഗുഡി ഇടനാഴിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ചൈനയുടെ സാന്നിധ്യം തെക്കോട്ട് വ്യാപിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഭൂട്ടാനിലെ കയ്യേറ്റമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ഭൂട്ടാനിൽ ചൈനയുടെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. സമീപകാലത്താണ് ചൈന ഭൂട്ടാന്റെ ഈ ഭാഗത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. ഭൂട്ടാനുമായി അതിർത്തി ചർച്ചകൾക്കിടയിലും ബെയ്ജിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന അതിർത്തി ചർച്ചകളെക്കുറിച്ച് മാധ്യമങ്ങളോട് അഭിപ്രായം പറയരുത് എന്നത് തങ്ങളുടെ നയമാണെങ്കിലും അക്കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ബേയൂൽ ഖെൻപോഞ്ചോങ്ങിലെ ചൈനയുടെ നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയിലെ ഭൂട്ടാൻ അംബാസിഡർ മേജർ ജനറൽ വെറ്റ്പോസ് നാംഗ്യോൽ പറഞ്ഞത്. അതിർത്തി ചർച്ചകളിൽ ഭൂട്ടാന്റെ പ്രാദേശിക താൽപ്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഭൂട്ടാൻ രാജകുടുംബത്തിന്റെ പൂർവ്വ പ്രദേശങ്ങളിലേക്കുള്ള ചൈനയുടെ ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2020 നവംബർ 9 ഉപഗ്രഹ ചിത്രത്തിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണം കണ്ടിരുന്നില്ല. എന്നാൽ 2023 ഡിസംബർ 21 ചിത്രത്തിൽ ബേയൂൽ ഖെൻജോംബോങ്ങിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം കാണിക്കുന്നുണ്ട്. ഭൂട്ടാനിലെ ചൈനയുടെ ടൗൺഷിപ്പിൽ 100 കണക്കിന് ആളുകൾക്ക് പാർപ്പിക്കാൻ കഴിവുള്ള വലിയ ഫോർമാറ്റ് സെറ്റിൽമെന്റുകൾ എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ 200-ലേറെ ഒറ്റനില കെട്ടിടങ്ങൾ കാണാനാവുന്നുണ്ട്. നിർമ്മാണം തുടരുന്ന 3 എൻക്ലേവുകൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ പാർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, ഇന്ത്യയെ ഒതുക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി മാലിദ്വീപിനെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് ചൈന. ഇതിന്റെ ഭാഗമായി അടുത്ത പണി വരുന്നത് മാലിദ്വീപിനാണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. മാലിദ്വീപിനെ പൂർണ്ണമായും വിഴുങ്ങാനുള്ള തന്ത്രങ്ങളിലൂടെയാണ് ചൈന മുന്നോട്ടു പോകുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനും നയതന്ത്ര ബന്ധം പുതുക്കാനുമുള്ള ഭൂട്ടാന്റെ നീക്കം ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി താണ്ടി ഡോർജി ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിനെ ബീജിംഗിൽ സന്ദർശിച്ചിരുന്നതാണ്. ചർച്ചകൾ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചയുമായി വിവിധ മേഖലകളിൽ നല്ല സഹകരണം നിലനിർത്തുവാനും ഉഭയകക്ഷി ബന്ധങ്ങളുടെ കൂടുതൽ വികസനം പ്രോത്സാഹിപ്പിക്കാനും ഭൂട്ടാൻ തയ്യാറാണെന്ന് ജോർഡിയെ ഉദ്ധരിച്ച് ചൈനീസ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നതാണ്. ഭൂട്ടാന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, പ്രാദേശിക സമഗ്രത എന്നിവയെ ചൈന എപ്പോഴും മാനിക്കുന്നുവെന്ന് ഹാങ്ഷെങ് ജോർജിയോട് പറഞ്ഞതായും പ്രസ്താവനയിലുണ്ട്. 764 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഭൂട്ടാൻ ചൈന അതിർത്തി പങ്കുവയ്ക്കുന്നത്. നേരത്തെ കിഴക്കൻ ഭൂട്ടാനിലെ സക്തെങ് വന്യജീവി സങ്കേതത്തിൽ ചൈന അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. ചൈന ഭൂട്ടാൻ അതിർത്തി തർക്കം പരിഹരിക്കുകയും നീക്കുപോക്കുകൾ ഉണ്ടാകുകയും ചെയ്താൽ ഇന്ത്യക്ക് അത് വലിയ ഭീഷണി തന്നെയാണ്. പടിഞ്ഞാറൻ ഭൂട്ടാനിലെ ഡോക്ലാമിന് സമീപം പ്രദേശങ്ങളിൽ ഭൂട്ടാൻ അവകാശവാദം ഉന്നയിക്കുന്നത് ചൈന അംഗീകരിക്കുകയും പകരമായി ഷാംഗ്രി ലായുടെ വടക്കൻ മധ്യമേഖലയിലെ ഭൂപ്രദേശങ്ങൾ അവകാശവാദങ്ങൾ ഭൂട്ടാൻ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക. ദോക്ലാം പീഠഭൂമിയുടെ മുഴുവൻ നിയന്ത്രണവും ട്രൈ ജംഗ്ഷൻ പോയിന്റും കൂടാതെ സമീപ പ്രദേശങ്ങളും സ്വന്തമാക്കിയാൽ ഇന്ത്യക്കെതിരെ തന്ത്രപരമായ നേട്ടം ചൈന കൈവരിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ പ്രദേശമായ സിലിഗുരി ഇടനാഴിയെ തടയാൻ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നതിന് ഇത് ചൈനയ്ക്ക് സഹായകരമാകും.
അതേസമയം ഭൂട്ടാൻ ചൈനയുമായി ഉഭയകക്ഷി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനെ ഇന്ത്യ എതിർത്തിട്ടില്ല. കാരണം 1949 ഭൂട്ടാൻ ചൈന സൗഹൃദ ഉടമ്പടി 2007 ഡിസംബറിലും 2008 മാർച്ചിലും ഭൂട്ടാനിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻപ് തിരുത്തിയിരുന്നു. ബാഹ്യശക്തികളുമായി ഭൂട്ടാൻ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യക്കുള്ള പങ്കിനെപ്പറ്റിയുള്ള ഭാഗത്താണ് തിരുത്തൽ വരുത്തിയത്. ഇത് ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തിൽ അന്ന് വിള്ളൽ വീഴ്ത്തിയിരുന്നു. എന്നാൽ പിന്നീട് പുതിയ ഉടമ്പടിയിൽ ഭൂട്ടാനും ഇന്ത്യയും അവരുടെ ദേശീയ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം അടുത്ത് സഹകരിക്കാൻ തീരുമാനിക്കുകയും രാജ്യസുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ താൽപ്പര്യത്തിനും ഹാനികരമായ പ്രവർത്തനങ്ങൾക്ക് തങ്ങളെ പ്രദേശം ഉപയോഗിക്കാൻ ഒരു സർക്കാരും അനുവദിക്കില്ലെന്നും ഉറപ്പുവരുത്തിയിരുന്നു.